ഇങ്ങനെ ചെയ്താൽ അവർ എൻഡ് വരെ സ്കിപ്പ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ പാർട്ട് മാത്രം കാണും. നിങ്ങളുടെ വാച്ച് അവറും അവിടെ കുറഞ്ഞു പോകും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരുന്ന പുതിയ യൂട്യൂബേഴ്സ് അവരൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതും അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, 4000 വാച്ച് അവേഴ്സ് ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? അവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു പഴയ യൂട്യൂബർ ആണെങ്കിൽ അവരിടുന്ന ഓരോ വീഡിയോസിനും ചിലപ്പോൾ അവർക്ക് 4000 വാച്ച് അവേഴ്സ് കിട്ടിയെന്ന് വരാം. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ ഒരു വീഡിയോ ഇട്ടാൽ മാത്രം മതി, അതിന് മാത്രം അവർക്ക് ചിലപ്പോൾ 4000 വാച്ച് അവേഴ്സ് കിട്ടാറുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ യൂട്യൂബേഴ്സിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്ത് തെറ്റാണ് ഈ പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് സ്ട്രാറ്റജിയാണ് ഈ പുതിയ യൂട്യൂബേഴ്സും അവരുടെ ചാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടുതൽ വാച്ച് അവേഴ്സ് കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ലെങ്കിൽ, അതും നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വരുന്ന പുതിയ യൂട്യൂബേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവർ വ്യൂസിൻ്റെ പുറകെയാണ് ഓടുന്നത്. 90% വരുന്ന പുതിയ യൂട്യൂബേഴ്സും അവർ നല്ല അടിപൊളി ഷോക്കിംഗ് തംബ്നെയിൽ, അതുപോലെ അട്രാക്റ്റീവ് തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അതിലൂടെ അവർക്ക് നന്നായി CTR കൂടി എന്നും വരും. പിന്നെന്താണ് അവർ ചെയ്യുന്നത്? അവർ ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും. ഷോർട്സിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ഷോർട്സിൻ്റെ വാച്ച് അവർ മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഷോർട്സിലൂടെ മോണിറ്റൈസ് ചെയ്യണമെങ്കിലോ 10 മില്യൺ വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂസ് കിട്ടിയാൽ മാത്രമേ ഷോർട്സിലൂടെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ 10 മില്യൺ ഷോർട്സ് വ്യൂസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഷോർട്സ് വൈറൽ ആയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? നോക്കേ, ഇവിടെ നിങ്ങളുടെ തംബ്നെയിൽ അടിപൊളി തംബ്നെയിലാണ്, ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുമുണ്ട്, നിങ്ങളുടെ CTR ഇവിടെ ബൂസ്റ്റ് ആകുന്നുമുണ്ട്. പക്ഷേ ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ അവർ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അൽഗോരിതം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് CTR കിട്ടുന്നുണ്ട്, തംബ്നെയിൽ അടിപൊളിയാണ്, പക്ഷേ ആളുകൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാണ്, നിങ്ങൾക്ക് അവിടെ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോ മുന്നോട്ട് അയക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വ്യൂസും അവിടെ തന്നെ നിന്നു പോകും. ആദ്യം ആ തുടക്ക സമയത്ത് നിങ്ങളുടെ CTR ബൂസ്റ്റ് ആയ ആ ഒരു സമയത്ത് കിട്ടിയ ആ വ്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വ്യൂസ് ആ കിട്ടിയ വ്യൂസിൽ തന്നെ നിന്നു പോകും. പക്ഷെ പഴയ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ അവർ ഒരിക്കലും അതിൽ ക്ലിക്ക് കൂട്ടണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കത്തില്ല അവർ വീഡിയോ ചെയ്യുന്നത്. അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ മാക്സിമം ഓഡിയൻസ് റിട്ടൻഷൻ അവരുടെ വീഡിയോയിൽ കൊണ്ടുവരണം. ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നതും ആ വീഡിയോയെ എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ആളുകൾ അവരുടെ ആ വീഡിയോയെ ലാസ്റ്റ് വരെ കാണണം. അതല്ലെങ്കിൽ ഒരു 60% 70% അവരുടെ വീഡിയോ ആളുകൾ കാണണം എന്നൊരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. അപ്പോൾ അൽഗോരിതത്തിന് മനസ്സിലാവും ഈ വീഡിയോയിൽ കഴമ്പുണ്ട്. ഞാൻ ചില ആളുകളുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തംബ്നെയിൽ ഒട്ടും കൊള്ളില്ലായിരിക്കും, പക്ഷേ ആ വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ചില ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ ആ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഒരു 70% 80% ആ വീഡിയോ ആളുകൾ കാണുകയും ചെയ്യും. അപ്പോൾ അൽഗോരിതവും ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവർക്ക് അവിടെ കൂടുതൽ വ്യൂസും കിട്ടും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവർക്ക് അവിടെ നന്നായി വാച്ച് അവറും കിട്ടും. കാരണം ആ വീഡിയോയുടെ മാക്സിമം പാർട്ടും ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ കൂടുതൽ വാച്ച് അവർ കിട്ടുന്നത്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിൽ അത് അടിപൊളിയായി തന്നെ കൊടുക്കുക, അതുപോലെ വളരെ നല്ല ടൈറ്റിലും കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോയിൽ വരുന്ന ഓഡിയൻസിനെ മാക്സിമം നേരം നിങ്ങളുടെ വീഡിയോയിൽ തന്നെ എങ്ങനെ പിടിച്ചിരുത്താം അതിലും നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അവരവരുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ഹുക്ക് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പുട്ടപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ പറയും ഇതിൻ്റെ സൊല്യൂഷൻ അറിയാൻ ഈ വീഡിയോ എൻഡ് വരെ കാണുക, എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഈ ട്രിക്ക് നേരത്തെ നടക്കുമായിരുന്നു, ഇപ്പോൾ ഈ ട്രിക്ക് നടക്കത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ഓഡിയൻസും ഒരുപാട് സ്മാർട്ടാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അവരോട് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു, അവർക്ക് പ്രോബ്ലം മനസ്സിലായി. അതുപോലെ സൊല്യൂഷൻ അറിയാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ പറഞ്ഞു. അവർ ഈ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് പാർട്ടിൽ പോയിട്ട് ആ സൊല്യൂഷൻ മാത്രം അവർ കേൾക്കും. അപ്പോൾ അവർക്ക് അവിടെ സൊല്യൂഷൻ കിട്ടി, പക്ഷേ നിങ്ങളുടെ വാച്ച് അവർ അവിടെ താഴോട്ട് പോകും. ഇത് കാരണം നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷനും അവിടെ കുറയും. യൂട്യൂബ് അൽഗോരിതം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ഈ വീഡിയോയെ റെക്കമെൻഡ് ചെയ്യത്തുമില്ല, നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസ് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോയുടെ ഒരു 70% 80% വരെയെങ്കിലും കാണണമെങ്കിൽ അതിനായി നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിനുള്ള ടിപ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇനി മുതൽ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലൊരു പാറ്റേൺ ബ്രേക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്ത് നോക്കുക. എന്താണ് ഈ പാറ്റേൺ ബ്രേക്ക് സ്ട്രാറ്റജി? അത് ആദ്യം മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 മൊബൈൽ അല്ലെങ്കിൽ 2 ക്യാമറ ഉണ്ടെങ്കിൽ അതിനെ 2 ആംഗിളിൽ വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കുക. ഒന്ന് വേണമെങ്കിൽ ഫ്രണ്ടിൽ വെക്കാം, ഒന്ന് സൈഡിൽ വെക്കാം. ഈ രീതിയിൽ നിങ്ങൾ 2 ആംഗിളിൽ ഷൂട്ട്
ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് അതിനെ എഡിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കത്തില്ല, ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യത്തില്ല. രണ്ടാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇതേപോലെ നിങ്ങൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുക. മൂന്നാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കോപ്പിറൈറ്റ് ഫ്രീ ഫൂട്ടേജസ് കൊടുക്കുക. കോപ്പിറൈറ്റ് ഫ്രീ ഫൂട്ടേജസ് നിങ്ങൾക്ക് പിക്സൽസ്, പിക്സാബേ ഇതേപോലുള്ള വെബ്സൈറ്റുകളിൽ കിട്ടും, അതല്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസിലും കിട്ടും. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ വീഡിയോയിൽ പാറ്റേൺ ബ്രേക്ക് ആകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ട്രാൻസിഷൻ യൂസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ട്രാൻസിഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയൊക്കെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റിനെ ഇവിടെ നമ്മൾ സൂപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഈ ടെക്സ്റ്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ബോറടിക്കത്തില്ല. ഈ രീതിയിൽ എഡിറ്റിങ്ങിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ജമ്പ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ വീഡിയോയുടെ പാറ്റേൺ നിങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരു പാറ്റേണിൽ ഇങ്ങനെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ പാറ്റേൺ മാറ്റിയിട്ട് വേറൊരു പാറ്റേൺ കൊണ്ടുവരിക. ഈ രീതിയിൽ നിങ്ങൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ. അതല്ലാതെ ഒരേ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ബോറടിക്കും, അവർ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് കാണത്തില്ല. ആളുകൾക്ക് എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ വേണം, പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റിനോടൊപ്പമാണ് അവർക്ക് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയെ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുക. അതായത് നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങൾ ഈ പാറ്റേൺ ബ്രേക്ക് കൊണ്ടുവരിക. ഈ രീതിയിൽ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നിങ്ങൾ ഇതിനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കത്തില്ല. ആളുകൾ നിങ്ങളുടെ ഈ വീഡിയോ മാക്സിമം കാണും. കുറഞ്ഞതൊരു 70% 80% അവർ നിങ്ങളുടെ ഈ വീഡിയോ കാണും. ഇവിടെ നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷനും കൂടുതൽ കിട്ടും, നിങ്ങളുടെ വാച്ച് അവറും ഇവിടെ കൂട്ടി കിട്ടും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ അത് സംഭവിക്കും, അവിടെ ഇത് സംഭവിക്കും. ഈ രീതിയിൽ നിങ്ങൾ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക. എത്രമാത്രം നിങ്ങൾ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നോ, അതുപോലെ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നോ, അത്രയധികം സമയം നിങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ വീഡിയോയിൽ പിടിച്ചിരുത്താൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഫോർമുല എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഹുക്ക് കൊടുക്കുക. ആ ഹുക്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്കിംഗ് കാര്യം പറയുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മിനി ഹുക്ക് കൊടുക്കുക. എന്നിട്ട് പ്രോപ്പർ രീതിയിൽ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അവതരിപ്പിക്കുക. എവിടെയൊക്കെ സസ്പെൻസ് കൊടുക്കാമോ അവിടെയൊക്കെ സസ്പെൻസ് കൊടുക്കുക. അതുപോലെ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എവിടെയൊക്കെ ട്വിസ്റ്റ് കൊടുക്കാമോ ട്വിസ്റ്റും കൊടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണും. നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷനും അവിടെ നിങ്ങൾക്ക് കൂട്ടിക്കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവറും അവിടെ കൂട്ടിയെടുക്കാൻ പറ്റും. 2 മൊബൈൽ ഫോൺ അല്ലെങ്കിൽ 2 ക്യാമറ ഉള്ളവർ അതിനെ 2 ഡിഫറൻറ്റ് ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതേ പാറ്റേൺ ബ്രേക്കിൽ നിങ്ങളൊന്ന് വീഡിയോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടെന്ന് വാച്ച് അവർ കൂട്ടി നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകളുള്ളവർ കമൻസിലൂടെ എന്നോട് ചോദിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.